Hello everyone. NIOS വർഷത്തിൽ രണ്ട് മെയിൻ എക്സാംസ് ആണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് ഏപ്രിലിലും മറ്റൊന്ന് ഒക്ടോബറിലുമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ NIOS ത്രൂ നമ്മുടെ +2 ഓർ 10th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഏപ്രിൽ മാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിന് വേണ്ടിയിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. നമുക്ക് പെട്ടെന്ന് നമുക്കൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി എനിക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ എഴുതിയെടുക്കാനുള്ളൂ, ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ബട്ട് NIOS എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. വാട്ട് ടു ഡു? അവിടെയാണ് നമുക്ക് ഓൺ ഡിമാൻഡ് പരീക്ഷയുള്ളത്. യെസ്, ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഓൺ ഡിമാൻഡ്. യെസ്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത്. ഈ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സമയം അനുസരിച്ച് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. കൺഫ്യൂസ്ഡ് ആയോ? ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയാം. പൊതുവെ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കാറുണ്ട്. പക്ഷേ അല്ല, NIOS തന്നെ അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്കീമാണ് ഈ ഒരു ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എവ്രി മന്ത് ഒരു സ്ലോട്ട് അവർ ഓപ്പൺ ചെയ്യും. അത് ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സ്ലോട്ടിൽ നിങ്ങൾ ഡേറ്റ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പറ്റുന്ന ഡേറ്റ് നിങ്ങൾ വേഗം പിക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ സ്ലോട്ട് കംപ്ലീറ്റ് ആയി പോകട്ടോ, സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എവറി മന്ത് ഒരു സ്ലോട്ട് അവർ ഓപ്പൺ ചെയ്യും, അതായത് ഓൺ ഡിമാൻഡിൻ്റെ സ്ലോട്ട് അവർ ഓപ്പൺ ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ഏത് മന്തിലാണോ എക്സാം എഴുതാൻ തയ്യാറായിട്ടുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ ഫീസൊക്കെ അടച്ച്, അതായത് ആ സ്ലോട്ട് നിങ്ങൾ കറക്റ്റ് സെലക്ട് ചെയ്യുക, ഏത് ഡേറ്റിലാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നതെന്ന്. അങ്ങനെയാകുമ്പോൾ ഒരു ഗുണം എന്താ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? അധിക സമയത്തേക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട എക്സാം എഴുതാം. ബിക്കോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഇതാണ് ഒരു ബെറ്റർ വേ. പബ്ലിക് എക്സാമിനേഷനേക്കാളും അല്ലെങ്കിൽ ആ എക്സാമിനേഷനൊക്കെ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും വേഗം തന്നെ ഓൺ ഡിമാൻഡ് പരീക്ഷയുടെ റിസൾട്ട് വരും. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഓൺ ഡിമാൻഡ് പരീക്ഷ നിങ്ങളുടെ ഡിമാൻഡ്, അതായത് നിങ്ങൾ എപ്പോഴാണോ പരീക്ഷ എഴുതാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ എഴുതാം എന്നുള്ളതാണ്. പൊതുവെ ഒരു പരീക്ഷയൊക്കെ എഴുതാൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം ക്ലിയർ ചെയ്യാനുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടമായിട്ട് പരീക്ഷകളൊന്നും എഴുതിയിട്ടില്ല, അവർക്ക് പെട്ടെന്ന് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ധാരണയുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. സോ സ്ലോട്ടിൻ്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ NIOSൻ്റെ വെബ്സൈറ്റ് ഫോളോ ചെയ്തേ മതിയാകൂ. കാരണം നിങ്ങൾ കൃത്യമായിട്ടുള്ള ക്രെഡിബിലിറ്റി നിറഞ്ഞ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പോൾ ഓൺ ഡിമാൻഡ് പരീക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങൾക്കിനി അടുത്ത എപ്പോൾ ഓൺ ഡിമാൻഡ് പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് എത്ര കോഴ്സുകളാണ് അല്ലെങ്കിൽ എത്ര പേപ്പറുകളാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, എല്ലാ കോഴ്സുകൾക്കും ഓൺ ഡിമാൻഡ് എക്സാം അവൈലബിൾ ആണോ, എല്ലാ പ്രോഗ്രാമുകൾക്കും ഓൺ ഡിമാൻഡ് എക്സാം അവൈലബിൾ ആണോ, എവറി മന്ത് ഈ ഓൺ ഡിമാൻഡിൻ്റെ സ്ലോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുമോ, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണോ? ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്താൽ മതി. NIOS പ്രൊവൈഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട കോഴ്സുകൾ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, +2 ആൻഡ് 10th ഈ രണ്ട് സ്ട്രീമിലും വരുന്ന കോഴ്സുകളുടെ ക്ലാസ്സുകൾ, ആപ്പ് ത്രൂ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും ഇൻഫാക്റ്റ് TMA സപ്പോർട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ NIOS റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയം ആയിക്കോട്ടെ, വി വിൽ ക്ലാരിഫൈ ഇറ്റ്. ഓക്കെ, സോ ഫോർ മോർ ഡീറ്റെയിൽ യു ക്യാൻ കോൺടാക്ട് us. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യെസ്, ഫോർ മോർ അപ്ഡേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ്സാവും. താങ്ക് യു സോ മച്ച്.